മലയാള സിനിമയുടെ ചരിത്രത്തിൽ തിലകക്കുറി ചാർത്തിയ സംവിധായകനാണ് IV ശശി. മലയാള സിനിമയുടെ ട്രെൻഡ് സെറ്റർ കൂടിയായിരുന്നു IV ശശി. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഉത്സവമാണ്. രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ കുടിവെള്ളത്തിനു വേണ്ടി ഏറ്റുമുട്ടുന്നതിൻ്റെ കഥ പറഞ്ഞ ഉത്സവത്തിൽ സെക്സും സ്റ്റണ്ടും പരമാവധി കൂട്ടിച്ചേർത്തിരുന്നു അദ്ദേഹം. അതിൽ ഉമ്മറിന് മുമ്പിൽ റാണിചന്ദ്ര അർദ്ധം നഗ്നയായി നിൽക്കുന്ന രംഗം ആ ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണമായി മാറുകയും ചെയ്തു. അതാണ് ഉത്സവത്തിലൂടെ IV ശശി നേടിയ നേട്ടം. പിന്നീട് അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലൂടെ സീമയെ മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ശംഖുപുഷ്പം അടക്കമുള്ള ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ രാവുകളിലൂടെയാണ് അവർ കേരളത്തിൽ രതിതരംഗമായി മാറുന്നത്. ആ സിനിമയെ തന്നെ IV ശശി വിവാഹവും കഴിച്ചു. തൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുന്ന നടി ആരായാലും അവരുടെ നഗ്നമേനി ചൂഷണം ചെയ്യാൻ IV ശശിക്ക് ഒരു മടിയും ഇല്ലായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുമുണ്ട്. മോഹൻലാൽ നായകനായ അനുരാഗി എന്ന ചിത്രത്തിൽ അക്കാലത്ത് മൂടി പുതച്ച് മലയാളത്തിൽ അഭിനയിച്ചിരുന്ന ഉർവശിയുടെ നഗ്നമേനി കാട്ടി ശശി. അതൊക്കെ ശശിയുടെ മാത്രം പ്രത്യേകതകളാണ്. തൻ്റെ ചിത്രത്തിൽ അഭിനയിക്കണമെങ്കിൽ താൻ പറയുന്നത് പോലെ അഭിനയിക്കണം എന്നൊരു വാശി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിരാണനയ്ക്ക് വിധേയമായ ഒരു നടിയാണ് ശോഭന. ശോഭന മലയാളത്തിലേക്ക് എത്തുന്നത് ബാലചന്ദ്ര മേനോൻ്റെ ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ്. ശോഭന മലയാളത്തിൽ തരംഗമായി മാറുന്നത് കാണാമറയത്ത് എന്ന IV ശശി ചിത്രത്തിലൂടെ. കാണാമറയത്ത് എന്ന ചിത്രത്തിൽ മഴ നനഞ്ഞ് നൃത്തമാടാൻ, റഹ്മാനോടൊപ്പം മഴ നനഞ്ഞ് നൃത്തമാടാൻ ശോഭന നിർബന്ധിതയായി. ശോഭനയുടെ മഴ നൃത്തം കാണാമറയത്തിലെ ഹൈലൈറ്റ് ആയിരുന്നു. ആ മഴ നൃത്തത്തിൽ അഭിനയിക്കാൻ ശോഭന ആദ്യം വിസമ്മതിച്ചു. പക്ഷേ IV ശശി കണ്ണുരുട്ടിയപ്പോൾ മാതക നൃത്തമാടാൻ ശോഭന നിർബന്ധിതയായി. പക്ഷെ അത് ശോഭനയ്ക്ക് നല്ലൊരു ട്രെയിനിങ്ങായി മാറി. പിൽക്കാലത്ത് തമിഴ് സിനിമയിലൊക്കെ, ഭാഗ്യരാജിൻ്റെ സിനിമയിലൊക്കെ വളരെ സെക്സിയായി ശോഭന അഭിനയിച്ചു. രജനീകാന്തിൻ്റെ വരെ നായികയായി അവർ. തെലുങ്കിൽ ചിരഞ്ജീവിയോടൊപ്പം രതി നടനമാടി അവർ. അത് മിസ്റ്റർ ജോണി എന്ന ചിത്രത്തിലാണ്, ആട്ടോ ജോണി എന്ന ചിത്രത്തിലാണ്. ആട്ടോ ജോണി തെലുങ്കിൽ ഹിറ്റായ ചിത്രമാണ്. അതിൻ്റെ ആട്ടോ ജോണിയുടെ തെലുങ്ക് നാമം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മയില്ല. പക്ഷെ മലയാളത്തിൽ തമിഴിൽ ഓട്ടോ ജോണി ഡബ് ചെയ്ത് വന്നു. അത് തിരുവനന്തപുരം സെൻട്രൽ തിയേറ്ററിലാണ് പ്രദർശിപ്പിച്ചത്. അതിൽ ശോഭനയുടെ നഗ്നതാ പ്രദർശനം, തുടകൾ കാട്ടിയും പൊക്കിൾച്ചുഴി കാട്ടിയും ഒക്കെ അഭിനയിച്ച ശോഭനയുടെ നഗ്നതാ പ്രദർശനം വലിയ ട്രെൻഡ് സെറ്ററായി മാറി. പക്ഷേ ഇങ്ങനെ ഒരു ധൈര്യപൂർവമായ ഗ്ലാമർ പ്രദർശനത്തിന് ശോഭനയ്ക്ക് ധൈര്യം കൊടുത്തത് IV ശശിയായിരുന്നു. കാണാമറയത്തിൽ IV ശശി പറയുന്നത് പോലെ മഴ നൃത്തമാടി ശോഭന. അത് ശോഭനയുടെ കരിയറിൻ്റെ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. എന്തായാലും ശോഭന ഇപ്പോൾ തുടരും എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത്. ശോഭനയുടെ പഴയ ചരിത്രങ്ങൾ
സിനിമ പ്രേക്ഷകർക്ക് അറിയില്ല. ഇങ്ങനെയും ഒരു ചരിത്രമുണ്ടായിരുന്നു ശോഭനയ്ക്ക്. തമിഴിൽ ഭാഗ്യരാജിനോടൊപ്പവും വിജയകാന്തിനോടൊപ്പവും പാട്ടക്കൊരു തലവൻ എന്നായിരുന്നു ആ ചിത്രം. വിജയകാന്തിനോടൊപ്പവും ശിവയിൽ രജനീകാന്തിനോടൊപ്പവും ഒക്കെ അത്യാവശ്യം ശക്തിയായി അഭിനയിച്ച ശോഭന തെലുങ്കിൽ നല്ല പൈസ കിട്ടിയപ്പോൾ ചിരഞ്ജീവിക്ക് മുമ്പിൽ തുടകളും പൊക്കിൾച്ചൂയും ഒക്കെ കാട്ടി അഭിനയിച്ചു. അത് ശോഭനയുടെ സിനിമാ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ IV ശശി ശോഭനയ്ക്ക് നൽകിയ ധൈര്യത്തിൻ്റെ IV ശശി ശോഭനയ്ക്ക് പകർന്ന ധൈര്യത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണ്.